അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹബീബിൽ അലിയാം തുടരുകയാണ്. അരബ് പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങൾ വായിത്തുന്ന സുന്ദരമായ മനോഹരമായ ചരിത്രങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ ആഷിഖായി ജീവിക്കാൻ നമ്മളെ നയിക്കുന്നത്, നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട നാലാമത്തെ ഇസ്ലാമിന്റെ ജയ്യാനായ ഖലീഫയാണ് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ ജീവിതം തന്നെ വളരെ മനോഹരമായിരുന്നു. ആദ്യമായി കുട്ടികളിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നത് അലിയാർ തങ്ങളാണ്. അതിനുശേഷം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ എപ്പോഴും ചേർന്ന് നിന്ന് ജീവിച്ച മഹാനാണ് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. വളരുന്നതിനനുസരിച്ച് ആ റസൂലുള്ളാഹിന്റെ കൂടെ തന്നെ ഏറ്റവും സുന്ദരമായ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് ഹിജ്റയുടെ സന്ദർഭമാണ്. ഹിജ്റയ്ക്ക് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ചേർന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മെല്ലെ ഇങ്ങനെ നീങ്ങുകയാണ്. ആ സമയത്താണ് തൻ്റെ പുതപ്പിലേക്ക് അലിയാർ തങ്ങളെ കിടത്തിയിട്ടാണ് റസൂലുള്ളാഹി ഇറങ്ങിപ്പോകുന്നത്. പിറ്റേ ദിവസം എന്തും സംഭവിക്കാം, ശത്രുക്കൾ എന്തും ചെയ്യാം. ആ സാഹചര്യത്തിലും ഹബീബിന് കവചമായി ആ മുറിയിൽ കിടക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിതത്തിലുടനീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒപ്പം തന്നെയായിരുന്നു. ബദർ യുദ്ധത്തിന്റെ ആദ്യ രംഗം നമ്മൾക്കറിയാം. സയ്യിദുന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും സയ്യിദുന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെയും കൂടെ മുഹാജിറുകളുടെ പടത്തലവനായി അലിയാർ തങ്ങൾ മുന്നിട്ട് നിൽക്കുകയാണ്. ഉത്ബത്തും ഷൈബത്തും വലീദും മറുഭാഗത്ത് നിൽക്കുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പോരാട്ട ഭൂമികയായ ബദറിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം പറഞ്ഞയച്ച വ്യക്തി അലിയാർ തങ്ങളാണ്. ആ ഒരു വലിയ മഹത്വം ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറില്ലേ, ഫാത്തിമത്തു ഖിത്അതു കബദി, എൻ്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ. ആ ഫാത്തിമ ബീവിക്ക് അനുയോജ്യനായ വരനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടെത്തിയത് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളെയാണ്. എന്തുകൊണ്ടാണ് തൻ്റെ ഫാത്തിമക്ക് പറ്റിയ ഇണയായി കണ്ടെത്താൻ കാരണം? അതിനു പറ്റിയ എല്ലാ പക്വതയും അതേപോലെ തന്നെ ബുദ്ധികൂർമ്മതയും വ്യക്തി ജീവിതത്തിലെ വിശുദ്ധിയും സുന്ദരമായ മനോഹരമായ സ്വഭാവ മഹിമയും കൊണ്ട് പ്രസിദ്ധനായിരുന്നു സയ്യിദുന അലിയാർ തങ്ങൾ. ഇവിടുത്തെ ജീവിതം തന്നെ അത്രക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. ഒരു ഹദീസിൽ കാണാം, ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ, ഖൈബർ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഉമർ തങ്ങൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദിവസം പറഞ്ഞ വാചകം കേട്ടിട്ട് അധികാരം ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? ലൗഅത്തി അന്ന ഹാദിഹി റായ, ഈ പതാക ഞാൻ ഒരാളുടെ കയ്യിൽ കൊടുക്കും, അല്ലാഹു അയാളുടെ കൈകളിലൂടെ പരിശുദ്ധമായ ദീനിന് വിജയം നൽകും. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പ്രതീക്ഷിക്കുകയാണ് അല്ലാഹു അവസരം എനിക്ക് നൽകിയിരുന്നെങ്കിൽ. ആ സമയത്താണ് ആ പതാക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈമാറുന്നത് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലാണ്. ഖൈബർ യുദ്ധത്തിന്റെ പോരാട്ടം നമ്മൾക്കറിയാമല്ലോ. ആ വിശുദ്ധമായ യുദ്ധത്തിൽ, ഖൈബർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വലിയ വിജയം നേടി. അവസാന നിമിഷം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത്രത്തോളം മഹബ്ബത്ത് വെച്ച, ഹബീബിനെ ഹൃദയമറിഞ്ഞ് സ്നേഹിച്ച, എന്തിനും കൂടെയുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അലിയാർ തങ്ങൾ അവസാനം ഷഹീദായി വിട പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം പരിശുദ്ധമായ ദീനിന്റെ നാലാമത്തെ ഖലീഫയായി അവരോധിക്കപ്പെടുകയും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വിജയങ്ങൾക്ക് നിദാനമാവുകയും ചെയ്തു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. നമുക്ക് ആലോചിക്കാം, നമുക്ക് സ്നേഹിക്കാം. അവരുടെ കൂടെ നാളെ ജന്നാത്തുൻ നഈമിൽ അല്ലാഹു നമ്മളെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.